ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പേളിമണിയൊക്കെ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മളിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ തന്നെ മതി കേട്ടോ. അതാണ് കറക്റ്റ് പരുവം. എന്നാലുള്ള നമുക്കത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കറക്റ്റ് പാനിൽ നിന്ന് എടുക്കാനും അതുപോലെ കുക്കായിട്ട് കിട്ടാനൊക്കെ 2 ടേബിൾ സ്പൂണിലേക്ക് 2 മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സവാളയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പാനിൽ ഇതുപോലെ ഒന്ന് നിരത്തി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത് നമുക്ക് പിസ്സയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിയിൽ അങ്ങ് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്